നമ്മൾ ഇന്ന് നമ്മുടെ ലൂക്കായിട്ട് ഗ്രൂമിങ് പാർലറിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഗ്രൂം ചെയ്യിക്കാൻ പോവുകയാണ്. അവൻ്റെ ലൈഫിൽ തന്നെ, അതായത് അവനിപ്പോൾ 5 മാസമായിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ലൈഫിൽ തന്നെ ആദ്യമായിട്ടാണ് അവൻ പാർലറിൽ പോയിട്ട് ഒന്ന് മിനിങ്ങുന്നത്. നമ്മളിന്ന് പോയത് DVM പെറ്റ് സ്റ്റോർ ആൻഡ് ഗ്രൂമിങ് പാർലറിലോട്ടാണ് കേട്ടോ. കൊട്ടാരക്കരയാണ് സ്ഥലം വരുന്നത്. അടിപൊളി സർവീസാണ് കേട്ടോ ഇവിടെ. എന്താ വെച്ചാൽ അവിടെ അങ്ങോട്ട് കയറി ചെന്ന ടൈമിൽ തന്നെ അവൻ അകത്തോട്ട് കയറാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ അവിടുത്തെ ചേട്ടൻ വന്ന് അവനെ തടവി അവനായിട്ട് കമ്പനി ആയിട്ടാണ് കേട്ടോ അവനെ കൊണ്ടുപോയി കുളിപ്പിച്ചത്. പിന്നെ നമ്മുടെ ലൂക്ക് ഇച്ചിരി ഇൻട്രോവേർട്ടാണ് കേട്ടോ. അവന് ആൾക്കാരെ കാണുമ്പോൾ, അതായത് ഇപ്പം വീട്ടിൽ വേറെ രീതിക്കാണ്, പക്ഷെ പുറത്തോട്ടൊക്കെ കൊണ്ടുപോകുമ്പോൾ അവന് ആൾക്കാരെ കാണുമ്പോൾ ഒരു പേടിയും അവരായിട്ട് ഒന്ന് ഓക്കെ അവനൊക്കെ ഇച്ചിരി പാടാണ് കേട്ടോ. അവനൊന്ന് മെനിക്കെടുക്കാൻ കുറച്ച് പാട് കേട്ട്. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞത് ലൂക്ക് ഇച്ചിരി ഇൻട്രോവേർട്ട് ടൈപ്പാണ് എന്ന രീതിയിൽ അവനെ കുറച്ച് പുറത്ത് കൊണ്ടുപോകണം, എക്സ്പ്ലോർ ചെയ്യിപ്പിക്കണം, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ശരിക്കും നമ്മൾ അവനെ പുറത്തൊക്കെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. പക്ഷെ അവൻ ഈ വീട്ടിൽ കിടന്ന് കാണിക്കുന്ന ചട്ടമ്പിത്തരൊക്കെ കണ്ടാണ്ടല്ലോ. പൊതുവേ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെ ആയിരിക്കുമല്ലോ, അവരുടെ കംഫർട്ട് സോണിൽ അവർ ഭയങ്കര ചട്ടമ്പികളായിരിക്കുമല്ലോ. അതുപോലെ തന്നെയാണ് കേട്ടോ ഇവനും വീട്ടിൽ കിടന്ന് കാണിക്കുന്ന അലമ്പൊക്കെ ഒന്ന് കാണണം. ആൾക്കാരൊക്കെ വീട്ടിലോട്ട് കയറി വരുവാണെങ്കിൽ, അതായത് നമ്മുടെ വീട്ടിലോട്ട് ഗസ്റ്റ് വരുവാണെങ്കിൽ അവരെ പുറത്ത് ചാടി കയറുക, അവരെ പോയി നക്കി തുടയ്ക്കുക, ഇതൊക്കെയാണ് അവൻ്റെ മെയിൻ ഹാബിറ്റ് തന്നെ. പക്ഷേ പുറത്ത് കൊണ്ടുപോയപ്പോൾ അവന് അതൊന്നും വേണ്ട, ആരെയും വേണ്ട, അവന് അങ്ങ് എവിടെയെങ്കിലും ഇരുന്നാൽ മതി. അത്രയ്ക്ക് പേടിത്തൊണ്ടനാട്ടോ ഈ ലൂക്ക. വേറൊന്നും കൊണ്ടല്ല, അവനെ നമ്മൾ വീട്ടിനുള്ളിൽ തന്നെ ഇട്ട് വളർത്തുന്നത് കൊണ്ടാണ് അങ്ങനെ പുറം ലോകമൊക്കെ കാണിക്കണം അങ്ങനെയൊക്കെയാണ് ആ ചേട്ടൻ പറഞ്ഞു തന്നത്. നമ്മൾ അഡ്വൈസ് ചെയ്തേക്ക് കേട്ടോ. പക്ഷെ നമ്മൾ പൊതുവെ അവനെ പുറത്തൊക്കെ കൊണ്ടുപോകാറുണ്ട്. പക്ഷെ അവന് താല്പര്യമില്ല കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ നടക്കാൻ പോകുന്ന ടൈമിൽ അവനെ പുറത്ത് കൊണ്ടുപോകാറുണ്ട്. ഇടയ്ക്ക് സൺഡേ ടൈമിലൊക്കെ നമ്മൾ അപ്പുറത്ത് തോട്ടിലൊക്കെ കളിക്കാൻ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ പുറത്തൊക്കെ ഇറക്കി നമ്മൾ കളിപ്പിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ അവന് വീട്ടിനകത്ത് തന്നെ ഇരുന്നാൽ മതി, അതാണ് അവൻ്റെ ഒരു രീതി. അവന് വീട്ടിലുള്ളവരെയും വീട്ടിനകത്ത്, അതായത് നമ്മൾ തുറന്നു വിട്ടാൽ പോലെ അവൻ പുറത്തോട്ട് ഓടിപ്പോവുക, വേറെ പട്ടികളുടെ അടുത്തോട്ട് പോവുക, അങ്ങനത്തെ ഒരു ചീള് പരിപാടി ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ കൊണ്ടുവന്നു. ഗ്രൂമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യമല്ല, അടിപൊളിയായിട്ടാണ് കേട്ടോ ചെയ്തു തന്നത്. എന്താ വെച്ചാൽ അവൻ്റെ ദേഹത്ത് നല്ല ഡാൻഡ്രഫും കാര്യങ്ങളും ഉണ്ടായിരുന്നു, നല്ല മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. മുടി കൊഴിച്ചിൽ വന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ വിചാരിച്ചതൊരു രോഗമാണ്, അതിന് മെഡിസിനൊക്കെ കൊടുക്കണം അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ ശരിക്കും ഗ്രൂമിങ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, നാച്ചുറലി നമ്മുടെ ഡോഗ്സിൻ്റെ ദേഹത്ത് നിന്ന്, അതായത് ലാബ്രഡോറൊക്കെ പോലെയുള്ള ബ്രീഡ്സിൻ്റെ ദേഹത്തു നിന്ന് ഒരുപാട് രോമങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കും ഡെയിലി. അപ്പോൾ നമ്മളത് കോംബ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അത് ദേഹത്ത് തന്നെ ഇങ്ങനെ പറ്റിയിരുന്നിട്ട് അവർ നടക്കുന്ന വഴിക്കൊക്കെ പോയി അങ്ങനെയൊക്കെ ആവുന്നതാണ് കൂടുതലും. അപ്പോൾ ഡെയിലി നമ്മൾ കോംബ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഇവൻ്റെത് മറ്റേ കുഞ്ഞു രോമങ്ങളാണ്. ലാബ്രഡോറിൻ്റെ കൊച്ചിലത്തേക്ക് സമയത്ത് അറിയാമായിരിക്കുമല്ലോ, ചെറിയ രോമങ്ങളായിരിക്കും. ഈ ഗോൾഡൻ റിട്രീവറൊക്കെ ആണെങ്കിൽ അത്യാവശ്യം വലുതായിരിക്കും. അപ്പോൾ വലിയ കോമ്പൊക്കെ വെച്ച് നമുക്ക് ചീകി കളയാൻ പറ്റുന്നേ ഉള്ളൂ. ഇവന് നല്ല കുഞ്ഞ് പല്ലുള്ള ബ്രഷ് തന്നെ വേണം. അപ്പം നമ്മൾ കുറേ പെറ്റ് ഷോപ്പിൽ നോക്കിയിട്ടാണ്. ഇവിടെ കൊല്ലത്തുള്ള ഒരു പെറ്റ് ഷോപ്പിൽ, ഒരു 6-7 പെറ്റ് ഷോപ്പിൽ ഞങ്ങൾ കയറി നോക്കി. അവിടെ എവിടെയും നമ്മൾ ഉദ്ദേശിക്കുന്ന കണക്കത്തെ കോമ്പില്ല. പിന്നെ അവസാനം നമ്മളത് ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രൂം ചെയ്യുന്ന ടൈമിൽ പൊതുവെ ആൾക്കാരെ ഉള്ളിലോട്ട് കയറ്റാറില്ല കേട്ടോ. പക്ഷേ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുകയെന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി കയറിക്കോളാൻ പറഞ്ഞായിരുന്നു. പിന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു കേട്ടോ. പെറ്റ്സിനെ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത്, എന്ത് അവോയ്ഡ് ചെയ്യണം, എന്ത് കൂടുതൽ കൊടുക്കണം, അങ്ങനെ ചെയ്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നായിരുന്നു കേട്ടോ. നമ്മുടെ ലുക്ക് നമ്മുടെ വീട്ടിലെ ഒരാളെ പോലെ തന്നെയാണ് കെയർ ചെയ്ത് പുള്ളിക്കാരൻ എല്ലാം ക്ലിയർ ചെയ്ത് തന്നെ കേട്ടോ. അതുപോലെ ദേഹത്ത് ഒരുപാട് ഡാൻഡ്രഫ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് കംപ്ലീറ്റ്ലി പോയി കേട്ടോ. ഞാൻ വിചാരിച്ചത് അതൊരു, ഞാൻ പറഞ്ഞല്ലോ മെഡിസിൻ കൊടുത്ത് മാറ്റണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഗ്രൂം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ്റെ ദേഹത്ത് ഒരു തരി ഡാൻഡ്രഫ് പോലും ഇല്ലായിരുന്നു. അത്രയ്ക്കും ക്ലീനായിട്ട് ഫുൾ ക്ലിയർ ചെയ്തു. അതുപോലെ തന്നെ രോമമൊക്കെ നമ്മളിങ്ങനെ തടവുമ്പോൾ ഇങ്ങനെ കയ്യിൽ വരുമായിരുന്നു. പിന്നാണ് മനസ്സിലായത് കോംബ് ചെയ്ത് കൊടുക്കാത്തതിൻ്റെ കുറവ് കാരണമാണ് അങ്ങനെ എപ്പോഴും വന്നുകൊണ്ടിരുന്നത്, നാച്ചുറലി മുടി പൊക്കോണ്ടിരിക്കുകയായിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലായത്. അപ്പം അത്രയ്ക്കും ക്ലിയർ ആയിട്ടാണ് കേട്ടോ ഇവിടുന്ന് നമ്മുടെ പെറ്റ്സിനെ എല്ലാ ഗ്രൂമിങ്ങും കഴിഞ്ഞ് വിടുന്നത്. അങ്ങനെ നമ്മുടെ ലൂക്കയുടെ ഗ്രൂമിങ് ഒക്കെ ഓൾമോസ്റ്റ് കഴിയാറായി കേട്ടോ. ശരിക്കും ആ ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ 5 മാസത്തെ ആളല്ല, അതിൽ കൂടുതൽ വളർച്ചയുണ്ടെന്നാണ് പറഞ്ഞത്. നല്ല ഫാറ്റ് ഇറങ്ങിയിട്ടുണ്ട് ബോഡിയിൽ. ഇപ്പം ഡോഗ്സിന് ഒരുപാട്, അതായത് ലാബ് പോലത്തെ ബ്രീഡിന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വണ്ണം വെച്ച് കഴിഞ്ഞാൽ കാലിന് ആ വെയിറ്റ് സപ്പോർട്ട് ചെയ്യാനുള്ള ത്രാണി കാണത്തില്ല, ആ ഒരു ഇത് കാണത്തില്ല എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പം നമ്മളിപ്പോൾ അവന് കുറച്ച് ഫുഡൊക്കെ കുറച്ച് കൊടുക്കാൻ തുടങ്ങി കേട്ടോ. എന്താ വെച്ചാൽ അതിന് വയറ് നിറയുന്ന അത്രയും ഫുഡ് കൊടുക്കരുത്. പെറ്റ് ഫുഡെങ്കിൽ പെറ്റ് ഫുഡ്, ചിക്കനെങ്കിൽ ചിക്കൻ, അതിൽ നമ്മൾ ക്വാണ്ടിറ്റി കൂട്ടിയിട്ടായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അതായത് 2 മനുഷ്യൻ കഴിക്കുന്ന ആഹാരം അവൻ ഒറ്റയ്ക്ക് കഴിക്കുമായിരുന്നു ഒരു നേരം. പക്ഷേ ഇപ്പം ഞങ്ങളത് അറിഞ്ഞിട്ട് നമ്മുടെ പെറ്റിനെ തന്നെയാണ് ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലായിട്ട് ഇപ്പം ഞങ്ങൾ ഫുഡൊക്കെ കുറച്ച് കൊടുക്കാൻ തുടങ്ങി, ഡയറ്റൊക്കെ കീപ്പ് ചെയ്യാൻ തുടങ്ങി. അത്യാവശ്യം വേണ്ട രീതിയിൽ ന്യൂട്രീഷനായിട്ടുള്ള ഫുഡ് മാത്രമാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പം
നിങ്ങളും നിങ്ങളുടെ പെറ്റ്സിൻ്റെ കാര്യത്തിൽ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വലിയ ലാർജ് ബ്രീഡുകൾക്കൊക്കെ ഒരുപാട് ഫുഡ് കഴിക്കും, അവർ എന്തായാലും കഴിക്കും, പെറ്റ് എന്തായാലും കഴിക്കും, അവർക്ക് അറിയത്തില്ല, അവർക്ക് വയറ് നിറയുന്ന കൊടുക്കുന്നതൊക്കെ അവർ കഴിക്കും മാക്സിമം. അപ്പം അത്രയും വയറ് നിറയുന്ന അത്രയും കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് വേണ്ട ആഹാരം മാത്രം, അത് എത്ര ക്വാണ്ടിറ്റി വേണമെന്നുള്ളത് നോക്കിയിട്ട്, അതായത് പുള്ളിക്കാരൻ പറഞ്ഞൊരു ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അവർ കഴിക്കുന്ന ആ ഫോഴ്സ്, അതായത് ഇപ്പോൾ ഒരു ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫോഴ്സ് എടുത്ത് പെട്ടെന്ന് വെപ്രാളം പിടിച്ച് കഴിക്കത്തില്ലേ, ആ വെപ്രാളം പിടിച്ച് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നീട് പയ്യായിരിക്കും കഴിക്കുന്നത്. അപ്പോൾ വെപ്രാളം പിടിച്ച് കഴിക്കുന്ന അത്രയും ക്വാണ്ടിറ്റിയാണ് അവർക്ക് വേണ്ട ക്വാണ്ടിറ്റി. ബാക്കി പയ്യെ കഴിക്കുന്നത് അവർ കുത്തിക്കയറ്റാണ് ചെയ്യുന്നത്. അപ്പം അത് കുറച്ച് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് ഇവൻ്റെ വെയിറ്റ് എത്രയാണെന്ന് അറിയണ്ടേ? 21 kgs ഉണ്ട് കേട്ടോ. അവൻ 21 കിലോ വെയിറ്റ് ഉണ്ട് ഇപ്പം തന്നെ. 4.5 മാസമേ ആകുന്നുള്ളൂ, 5 മാസം ആകാൻ പോകുന്നതേ ഉള്ളൂ. അത്രയും വെയിറ്റ് ആയിട്ടുണ്ട്. സോ നിങ്ങളുടെ ഡോഗ്സിനും നിങ്ങൾ ഫുഡ് കുത്തിക്കയറ്റി കൊടുക്കേണ്ട, ആവശ്യത്തിന് മാത്രം കൊടുക്കുക, ഇല്ലെങ്കിൽ ഇതുപോലെ ആവട്ടോ. അപ്പം ഇവൻ്റെ ഗ്രൂമിങ്ങിനെ കുറിച്ച് പറയാനാണെങ്കിൽ വളരെ നല്ല സർവീസായിരുന്നു കേട്ടോ. പുള്ളിക്കാരൻ ഗ്രൂം ചെയ്ത ആള്, പുള്ളിയുടെ പേര് ഞാൻ ചോദിക്കാൻ മറന്നുപോയി. ഞാൻ ഇവിടെ കോണ്ടാക്ട് നമ്പറും അതിൻ്റെ ഫോട്ടോ ഒക്കെ കൊടുത്തേക്കാം, ഇവരുടെ പാർലറിൻ്റെ ഫോട്ടോ ഒക്കെ കൊടുത്തേക്കാം. അപ്പം നിങ്ങളും നിങ്ങളെ പെറ്റ്സിനെ കൊണ്ടുപോകണമെന്ന് നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു പാർലറാണ് കൊട്ടാരക്കര, കൊല്ലം സൈഡിലൊക്കെ നിങ്ങൾ നല്ല പാർലർ തപ്പുന്നുണ്ടെങ്കിൽ പ്രീ ബുക്ക് ചെയ്തിട്ട് ഇവർ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് ചെല്ലുകയാണെങ്കിൽ അടിപൊളി സർവീസ് തന്നെയാണ്. അപ്പം ഡു ചെക്ക് ഇറ്റ് ഔട്ട്.